നമസ്കാരം. ഞാൻ സാജൻ, ചക്കരയമ്മ സാജൻ. ഇപ്പോൾ പ്രധാനമായിട്ടൊന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടത് ഒരു പ്രധാന വിഷയമായതുകൊണ്ടാണ്. പലരും എന്നോട് ചോദിക്കുന്നു, ഇപ്പോൾ അമ്മയിൽ നടക്കുന്ന പോരാട്ടങ്ങളെക്കുറിച്ചൊന്നും താങ്കൾ അറിയുന്നില്ലേ എന്ന്. അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. എൻ്റെ സുഹൃത്തുക്കളോടത്ത് വിളിച്ച് കാരണങ്ങൾ ഞാൻ അന്വേഷിക്കുന്നു. അപ്പോൾ നമുക്ക് കേട്ടുകൂടാത്ത ചില കാര്യങ്ങളാണ് അവിടെ നിന്ന് കിട്ടുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് രൂപീകൃതമായ, ഏതാണ്ട് 35 വർഷങ്ങൾക്ക് മുമ്പ് രൂപീകൃതമായ ഒരു സംഘടനയാണല്ലോ അമ്മ. അന്ന് അമ്മ എന്ന് പേരിട്ടത് നമ്മുടെ മരിച്ചുപോയ മുരളിയാണ്. അമാൾഗമേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് എന്നായിരുന്നു അന്ന് കൊടുത്തിരുന്നത്. ഇപ്പോൾ അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് എന്ന പേരിലായി. ഇപ്പം അതും അമ്മ എന്ന് പറയാൻ അവർക്കിപ്പം പറ്റുന്നില്ല. കാരണം അമ്മയിലുള്ള ആ രീതി ആയതുകൊണ്ട് AMMA എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഒരർത്ഥത്തിൽ ശരിയാണ്. പിന്നെ ചില സംശയം, ഞങ്ങളുടെ സംഘടന എന്ന് പറയുന്നത് ഇതല്ല. കാരണം എന്താ വെച്ചാൽ ടെക്നീഷ്യൻസിൻ്റെ അസോസിയേഷൻ വേറെയാണ്. ഫെഫ്ക എന്ന് പറയും, ഫിലിം എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് കേരള. അതിലാണ് എല്ലാ സാങ്കേതിക പ്രവർത്തകരും വർക്ക് ചെയ്യുന്നത്. അത് സുഗമമായി നന്നായിട്ട് നമ്മുടെ B ഉണ്ണികൃഷ്ണൻ്റെ മേൽനോട്ടത്തിൽ നന്നായിട്ട് പോകുന്നു. അവിടെ ഒരു പോരാട്ടവുമില്ല, ഒരു മാത്സര്യ ബുദ്ധിയില്ല, പരസ്പരം ചെളിവാരി അറിയലില്ല, ഒന്നുമില്ല. ബുദ്ധിമുട്ടുള്ള കലാകാരന്മാർക്ക് സിനിമയിൽ മാത്രമല്ല, കൂടിയാട്ടം, നാടകം, മറ്റു പല വിവിധ കഥകളി, അങ്ങനെ വിവിധ തുറയിലുള്ള കലാകാരന്മാർക്കെല്ലാം ഞങ്ങളുടെ ഈ സംഘടന 5000 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊരു വലിയ കാര്യമാണ്. അതുപോലെ ഈ AMMA അമ്മയിലും വർക്കില്ലാത്ത ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കലാകാരന്മാർക്ക് 5000 രൂപ വെച്ച് അയക്കുന്നുണ്ട്. അത് വലിയ കാര്യമാണ്. കാരണം നമ്മൾ കരുതുന്ന പോലെ സിനിമയിലെല്ലാം കോടിക്കണക്കിന് വായിക്കുന്നവരില്ല. തുച്ഛമായ എമൗണ്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്. അതും ഇപ്പോൾ സിനിമ കുറഞ്ഞതിൻ്റെ പേരിൽ ഇപ്പോൾ വർക്കില്ലെന്ന് തന്നെ പറയാം. അത് പെൻഷൻ എന്ന് പറയാതെ, അല്ലെങ്കിൽ ആശ്വാസം എന്ന് പറയാതെ, കൈനീട്ടം എന്ന രീതിയിലാണ് അത് കൊടുക്കുന്നത്. നല്ല പേരാണ് കൈനീട്ടം. അത് പലർക്കും ഈ കൈനീട്ടം കൊണ്ട് ഉപജീവന മാർഗം നടത്തുന്ന പല കലാകാരന്മാരെ എനിക്കറിയാം. പിന്നെ അവരുടെ തന്നെ വീട്ടിൽ സ്ത്രീകൾക്ക് ഗവൺമെൻറ് നൽകുന്ന 2000 രൂപ, അതും കൂടെ ചേരുമ്പോൾ ഒരുവിധം മോശമല്ലാത്ത രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം എന്ന നിലയിൽ കഴിയുന്ന അനേക കലാകാരന്മാരുണ്ട്. ഇപ്പോൾ എന്നോട് ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ, അമ്മയിൽ നടക്കുന്ന കലഹം എന്താണെന്ന്. അമ്മയിൽ മുമ്പ് സാരഥികൾ ആരായിരുന്നു എന്നുള്ളത് അറിയാം. മമ്മൂട്ടി, മോഹൻലാൽ, ഇന്നസെൻ്റ്, ഇടവേള ബാബു, ഇങ്ങനെയൊക്കെ നടത്തിക്കൊണ്ടിരുന്ന പ്രഗത്ഭന്മാരും കഴിവുള്ളവരും പ്രശസ്തരുമായിരുന്നുകൊണ്ട് അമ്മയ്ക്കൊരു ഖ്യാതി ഉണ്ടായി. പക്ഷെ അമ്മയ്ക്ക് ഖ്യാതി ഉണ്ടായാൽ മാത്രം പോരാ. നിർധനരായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കലാകാരന്മാർക്ക് പെൻഷൻ കൊടുക്കണം. അതിനെന്ത് ചെയ്യണം? അഭിനേതാക്കൾ അഹോരാത്രം ട്രെയിൻ ചെയ്ത് റിഹേഴ്സ് ചെയ്ത് പരിപാടികൾ വിവിധ സ്ഥലങ്ങളിൽ അവതരിപ്പിച്ച് സ്വരൂപിച്ച് പണമാണ് ഈ അമ്മയിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കലാകാരന്മാർക്ക് മാസം തോറും കൈനീട്ടമായിട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. അത് കറക്റ്റായിട്ട് ഇടവേള ബാബു എത്തിക്കുമായിരുന്നു. ചിലർക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്, അവരും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന ഒരു സംഘടനയിൽ ആദ്യകാലമൊക്കെ ചിലരൊക്കെ പറഞ്ഞു ഇത് പുരുഷ മേൽക്കോയ്മയുള്ളൊരു സംഭവമാണെന്ന്. അത് ചിലർ പറയുമല്ലോ, സ്ത്രീകൾക്ക് പ്രാതിനിധ്യം പോരാ. അങ്ങനെ കുറേ നാളായിട്ട് കേട്ട് അവർ തന്നെ ആലോചിച്ച്, എന്തുകൊണ്ട് പുരുഷന്മാർ അതിന് മേൽക്കോയ്മ വേണ്ട? നല്ല നല്ല പ്രഗത്ഭരായ സ്ത്രീകളുണ്ടല്ലോ, മത്സരിക്കട്ടെ, ജയിക്കട്ടെ. പക്ഷെ ഒരു കാര്യം, മമ്മൂട്ടിയോ മോഹൻലാലോ മത്സരിച്ചാൽ, അല്ലെങ്കിൽ സുരേഷ് ഗോപിയോ ഒക്കെ മത്സരിച്ചാൽ തീർച്ചയായിട്ടും വോട്ട് അവർക്ക് പോകും. അതുകൊണ്ട് അവർ മാറി നിന്നു, ബുദ്ധിപൂർവ്വം മാറി നിന്നതാണ്. അല്ലാതെ അവരാരും പുറത്താക്കിയതൊന്നുമല്ല. കാരണം അവർ മത്സരിച്ചാൽ, പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സ്ത്രീകൾ മത്സരിച്ചാൽ വോട്ട് കുറഞ്ഞു പോകുന്ന അവർക്ക് തോന്നിയതുകൊണ്ട് അവർ മാറി നിന്നു. അങ്ങനെ പലരും മാറി നിന്നു. പിന്നെ ഇടയ്ക്കൊരു ഹേമ കമ്മീഷൻ്റെ പേരിൽ വെറുതെ ഒരു ആരോപണം, നമുക്കറിയാം, അത് ആരോപണം കൊടുത്തവരാരും വരുന്നില്ല. അതിൻ്റെ പേരിൽ ചില നല്ല നടന്മാരുടെ പേരിൽ ദുഷ്പേരുണ്ടായി. അതുകൊണ്ട് ചില ആൾക്കാർക്ക് പങ്കെടുക്കാനും പറ്റിയില്ല, മത്സരിക്കാനും പറ്റിയില്ല. എന്നിരുന്നാലും കഴിഞ്ഞ പ്രാവശ്യം പല പുരുഷന്മാരും മാറി നിന്നുകൊണ്ട്, സ്ത്രീകൾക്ക് മുൻഗണന എടുത്തുകൊണ്ട്, സ്ത്രീകൾക്ക് വോട്ട് പിടിച്ചുകൊണ്ട് ഒരു ഇലക്ഷൻ നടന്നു. അതിൽ മിടുക്കിയായ നല്ല കഴിവുള്ള ഒരു പ്രസിഡന്റ് അവർക്ക് കിട്ടി. അതാണ് ശ്വേതാ മേനോൻ. അതുപോലെ തന്നെ കഴിവുള്ള ഒരു നടിയായിരുന്നു കുക്കു പരമേശ്വരൻ, ജനറൽ സെക്രട്ടറി.
പിന്നെയുള്ള അവരുടെ സബോർഡിനേറ്റ്സൊക്കെ കൂടുതലും സ്ത്രീകളായിരുന്നു. അൻസിബയൊക്കെ ഉണ്ട് അതിനകത്ത്, ലക്ഷ്മിപ്രിയുണ്ട്, പിന്നെ വേറെയും എല്ലാവരെയും പേരെനിക്കറിയില്ല, നീനാക്കുറുപ്പുണ്ട്, അങ്ങനെ പലരും പൊയ്ക്കൊണ്ടിരുന്നു. പക്ഷേ ഏതാണ്ട് 10 മാസക്കാലമായി അത് നിലവിൽ വന്ന ശേഷം സജീവമായ പ്രവർത്തനം ഇല്ല എന്നാണ് അതിലുള്ള പലരും പറയുന്നത്. കാരണം മുൻപ് ഉണ്ടായിരുന്ന രീതിയിലുള്ള പ്രവർത്തനം ഇല്ല. പല കമ്മിറ്റി മെമ്പേഴ്സും യഥാസമയം മീറ്റിങ്ങിൽ പങ്കെടുക്കാറില്ല. എന്തോ ഒരു നാഥനില്ല കളരി പോലെയായിരുന്നു പോകുന്നത് എന്ന് പറയുന്നു. പക്ഷേ ശ്വേതാ മേനോൻ പ്രസിഡന്റ് മാത്രം വിചാരിച്ചാൽ പോരല്ലോ. പിന്നീട് അതിനെക്കുറിച്ചൊരു ഞാനറിയുന്നത് പ്രസിഡൻറ്റും സെക്രട്ടറിയും തമ്മിൽ എന്തോ ഒരു സ്വരച്ചേർച്ചയില്ലായ്മ. പ്രസിഡൻറ്റും സെക്രട്ടറിയും സ്വരച്ചേർച്ചയില്ലായ്മ ഉണ്ടായാൽ ഒരു സംഘടന സുഗമമായിട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ ട്രഷറർ, ഇതൊക്കെ കറക്റ്റായിട്ട് വേണ്ടേ. അടുത്ത കണക്ക് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഒന്നുമില്ല. കാരണം ട്രഷറർ 3 മാസത്തിന് മുമ്പ് തന്നെ ലീവിൽ പോയിരിക്കുകയല്ല, പുള്ളിയെ പറഞ്ഞു വിട്ടൊന്നും പറയുന്നു. എന്തോ അവിടെ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫ്, ഒരു സ്ത്രീ, അവർ പറയുന്നു ഇവിടെ ഇപ്പം അങ്ങനെ ആരും വരാറില്ല എന്നാണ്. ഏതായാലും സംഭവത്തിൻ്റെ ഗുരുതരാവസ്ഥയിലേക്ക് ഇപ്പം നീങ്ങിയതെന്ന് വെച്ചാൽ ഈ 2 പേരുടെ സ്വരച്ചേർച്ചയില്ലായ്മ മൂലമായിരിക്കാം അൻസിബ ഹസനും ലക്ഷ്മിപ്രിയയും തമ്മിൽ കൊമ്പ് കോർക്കുന്നു. അങ്ങനെ ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ, ചെളിവാരി എറിയൽ, സ്വഭാവഹത്യ, അങ്ങനെ പലതും നടക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും അവർ തൃപ്പൂണിത്തുറ ഹിൽ പാലസിൽ പോലീസ് കേസ് ഫയൽ ചെയ്യുന്നു, കേസ് കൊടുക്കുന്നു. അൻസിബയുടെ ഭാഗത്തും ലക്ഷ്മിപ്രിയ അവരുടെ ഭാഗത്തും. പക്ഷേ കേസ് നോക്കിയപ്പോൾ, പോലീസ് നോക്കിയപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് കഴമ്പൊന്നുമില്ല, അതായത് ക്രൈമും കാണുന്നില്ല. ഒരു കുടുംബത്തിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംഭവങ്ങൾ ചെളിവാരി എറിയുന്നത് മാത്രമല്ലാതെ അതിൽ കേസെടുക്കാൻ പറ്റുന്ന വകുപ്പുകളൊന്നും അവർ കാണുന്നില്ല. അതുകൊണ്ട് അവർ കേസെടുത്തില്ല. എങ്കിലും ലക്ഷ്മിപ്രിയയുടെ ഒരു നീനാക്കുറുപ്പുമായിട്ടുള്ള സംഭവം ഞാൻ കണ്ടതാണ്. എന്തൊരു പ്രാക്കാണ് അവർ. നീനാക്കുറുപ്പ് സഹിച്ചു എന്ന് തന്നെ പറയാം. അത്രയ്ക്ക് മോശമായ പ്രാക്കായിരുന്നു. നീ നശിച്ചു ഓടി, അങ്ങനെ ഇങ്ങനെയാണ് അപ്പോൾ ഒരുപാട് കേട്ടു. അത് അവിടെ കൊണ്ട് തീർന്നില്ല. പിന്നീട് അൻസിബയെക്കുറിച്ചായി. ഏതായാലും 2 ചേരി തിരിഞ്ഞ് സ്ത്രീകളുടെ യുദ്ധം എന്ന് തന്നെ പറയാം. അങ്ങനെ അൻസിബ കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു. അവിടെ നോക്കിയിട്ട് പരാതിക്ക് പറ്റിയ കഴമ്പുകളൊന്നുമില്ല. ലക്ഷ്മിപ്രിയയും പോകുന്നു, അവരെ ചോദ്യം ചെയ്യുന്നു, സാക്ഷിമൊഴി എടുക്കുന്നു. കഴമ്പില്ല എന്ന രീതിയിൽ അവരും കാര്യമായിട്ട് എടുത്തില്ല. പക്ഷേ അവിടെ കൊണ്ട് തീർന്നില്ല. ഇത് സ്വഭാവഹത്യ എന്ന് പറയുന്നത് ഒരു പെണ്ണിന്, അതായത് ഒരു പെൺകുട്ടിയെ, അൻസിബ അവിവാഹിതയാണ്, ആ കുട്ടി ജിഹാദിയാണ്, മുസ്ലിം മതത്തിലേക്ക് ആൾക്കാരെ കൂട്ടുന്നു, പിന്നെ മേത്തച്ചി എന്നൊക്കെ വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംഭവം. അതാരാണെന്നറിയാമോ? ടിനി ടോം. ഈ ടിനി ടോമിനെ കുറിച്ച് അറിയാമല്ലോ. അദ്ദേഹം മുമ്പൊരിക്കൽ പ്രേം നസീർ സാറിനെ കുറിച്ച് പറഞ്ഞത് പലർക്ക് വേദന ഉണ്ടാക്കി. അത് ഓർമ്മയില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. പ്രേം നസീർ സാറിൻ്റെ അവസാന കാലത്ത് ചിത്രങ്ങളില്ലായിരുന്നു അത്രേ. അദ്ദേഹം മാനസികമായിട്ട് വളരെ വിഷമിച്ചു. അദ്ദേഹം എന്തെന്ന് വെച്ചാൽ രാവിലെ എഴുന്നേറ്റ് മേക്കപ്പെട്ടിട്ട് പുള്ളിക്കാരൻ ഡ്രൈവറെ വിളിച്ചിട്ട് കാറിറക്കിയിട്ട് മിക്കവാറും മലയാളം ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്തൊക്കെ പുള്ളിക്കാരൻ പോയി നിൽക്കും അത്രേ. അദ്ദേഹത്തിന് കാരണം സഹിക്കാൻ വയ്യ. കാരണം ദിവസവും മേക്കപ്പെട്ടിരുന്ന ആളല്ലേ, ഇപ്പോൾ പടവില്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹം സ്വയം മേക്കപ്പെട്ടിട്ട് വളരെ പോയി നിൽക്കും. ദയനീയമായ കാഴ്ചയായിരുന്നു അതൊക്കെ എന്നൊക്കെയാണ് ടിനി ടോം വിളമ്പിയത്. യാതൊരു കഴമ്പുമില്ല. അങ്ങനെ നസീർ സാറിന് വർക്കില്ലാതെ വന്നിട്ടില്ല. വർക്കൽപ്പം കുറഞ്ഞപ്പോൾ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി. കോൺഗ്രസ്സിലേക്കായിരുന്നു പുള്ളി പോയത്. അത് ലീഡർ കരുണാകരൻ സാറിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു. അദ്ദേഹം രാപകൽ ഒരുപാട് ഇലക്ഷൻ സമയത്ത് പ്രസംഗിക്കാൻ പോയിരുന്നു. അങ്ങനെ പുള്ളിക്കാരന് ഡയബറ്റിക് പേഷ്യൻ്റായിരുന്നേ, സമയാസമയം മരുന്ന് കഴിച്ചില്ല, പനി പിടിച്ചു, രാത്രി മഞ്ഞുകൊണ്ട് ഒക്കെയായി പുള്ളിക്കാരൻ വിജയ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അപ്പോഴൊക്കെ ഞങ്ങൾ മദ്രാസിലുണ്ട്. സാറിന് ഇത് വല്ലതും വേണോ എന്ന് പലരും ചോദിച്ചു. പക്ഷേ അദ്ദേഹത്തിന് ആക്റ്റീവായിട്ട് ലീഡർ കരുണാകരനോടുള്ള സ്നേഹം കൊണ്ടും, അദ്ദേഹത്തിൻ്റെ കസിനാണല്ലോ തലേക്കുന്നിൽ ബഷീർ, അദ്ദേഹം മുമ്പ് MB ഒക്കെ ആയിരുന്നല്ലോ, അവരുടെയൊക്കെ നിർബന്ധം കൊണ്ട് പുള്ളിക്കാരൻ ഇറങ്ങിയതാണ്. അല്ലാതെ പ്രത്യേകിച്ച് പുള്ളിക്കാരനൊന്നും ഇല്ലെങ്കിലും പറഞ്ഞപ്പം വർക്ക് കുറവായതുകൊണ്ട് അദ്ദേഹം പോയതാണ്. അതിനെക്കുറിച്ച് ടിനി ടോം പറഞ്ഞത്, പടമില്ലാതെ ഇപ്പോൾ പുള്ളിക്കാരൻ ഓരോ സ്റ്റുഡിയോയിൽ കയറി ഇറങ്ങുന്നു. ഏതായാലും വിജയ ഹോസ്പിറ്റലിൽ കാണാൻ സന്ദർശകരിൽ ഒരാൾക്ക് 5-ാം പനി എന്ന് പറയുന്നൊരു അസുഖമുണ്ടല്ലോ, ചിക്കൻ പോക്സോ അങ്ങനെ എന്തോ ഒരു അസുഖം പിടിപെട്ട് പുള്ളിക്കാരൻ മരണപ്പെട്ടു. എങ്കിലും ആ പുള്ളിക്കാരൻ്റെ സിനിമയില്ലാത്തൊരവസ്ഥയിൽ കയറി ഇറങ്ങേണ്ടി വന്നില്ല എന്ന് ഞാൻ പറയുകയാണ്. ഏതായാലും ഈ ടി ടോം ഇങ്ങനെ അവസരത്തിലും അനവസരത്തിലും ചില പ്രസ്താവനകൾ നടത്താറുണ്ട്. കാര്യമൊന്നും പുള്ളിക്ക് അറിയണ്ട, എവിടെ നിങ്ങൾ കേട്ടതാവാം. ഏതായാലും
ടിനി ടോമിനും അൻസിബയെക്കുറിച്ച് വളരെ മോശമായിട്ട് പരാമർശം നടത്തിയതായിട്ട് നീന കുറുപ്പും പറയുന്നുണ്ട്, പലരും പറയുന്നുണ്ട്. അപ്പോൾ അത് വളരെ മോശമായ കാര്യമാണ്. മാത്രമല്ല അവിവാഹിതയായ പെൺകുട്ടിയല്ലേ അൻസിബ, അവർ മദ്യപിക്കുമെന്നും പിന്നെ പുരുഷ സുഹൃത്തുമായിട്ട് റൂമിൽ കണ്ടു എന്നൊക്കെ ലക്ഷ്മിപ്രിയ പറയുന്നത് മോശമല്ലേ? അവരും ഒരു സ്ത്രീയല്ലേ, തീർച്ചയായിട്ടും അവർ വിവാഹം കഴിച്ച് നല്ല രീതിയിൽ കുടുംബം നയിക്കേണ്ട സ്ത്രീയല്ലേ അൻസിബയൊക്കെ. നല്ല വാക്ചാതുര്യവും സാമർഥ്യമുള്ള പെൺകുട്ടിയാണത്. അതിനെക്കുറിച്ച് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതിൻ്റെ പ്രസംഗങ്ങളും അതിൻ്റെ ഇൻ്റർവ്യൂടെ കണ്ടാൽ നമുക്കറിയാം. നല്ല പഠിച്ച് കോടതിയിലെ കാര്യങ്ങളും പോലീസ് സ്റ്റേഷനിലെ കാര്യങ്ങളും മാനുഷിക മൂല്യങ്ങളും ഒക്കെ കുറിച്ച് നല്ല വിവരമുള്ള കുട്ടിയാണ് ആ കുട്ടി. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സുജാത മേനോൻ അതുപോലെയാണ്. സുജാത മേനോൻ നല്ല അറിവുള്ള സ്ത്രീയാണ്. അപ്പോൾ അവരെ കയ്യിൽ ഒതുങ്ങിയില്ലത്. ഏതായാലും ഇത് രണ്ട് ചേരിയിൽ നിന്നുകൊണ്ട് പരസ്പരം ചെളിവാരി എറിയുന്നു. ഈ കേസുകൾ പോലീസ് സ്റ്റേഷൻ എടുക്കുന്നില്ല, FIR ഇടുന്നില്ല. ഒടുവിൽ അൻസിബ തീരുമാനിച്ചു അഡ്വക്കേറ്റിനെ കണ്ടുകൊണ്ട് എനിക്കെന്തായാലും നീതി കിട്ടണം, കാരണം എന്നെ അത്രയ്ക്ക് ആ സ്ത്രീ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വക്കീലിൻ്റെ നിർദ്ദേശപ്രകാരം കോടതിയെ സമീപിച്ചു. കോടതിക്ക് പരാതി സമർപ്പിച്ചു. ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ് ഈ കേസ്. അതിൽ അൻസിബ പറയുന്നത് എനിക്കിപ്പോൾ സന്തോഷമുണ്ട്, നീതിന്യായ കോടതി എൻ്റെ പരാതികൾ സ്വീകരിച്ചുകൊണ്ട് കേസെടുക്കുന്നു. ടിനി ടോമിനെതിരെ ഇപ്പം കേസെടുക്കുന്നുണ്ട്. കേസെടുത്തോന്ന് ഈ നിമിഷം വരെ എനിക്കറിയില്ല, എടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് അറിയുന്നത്. കാരണം അത്രയ്ക്കും മോശമായ രീതിയിലാണ് ടിനി ടോം അസഭ്യമായ രീതിയിൽ സ്ത്രീകളെക്കുറിച്ച് പറയുന്നതിനെക്കുറിച്ച് ഒരു ലിമിറ്റൊക്കെ വേണ്ടേ, അങ്ങനെയൊന്നും ഇല്ലാതെ സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിൽ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞു. അത് ഏറെക്കുറെയൊക്കെ നമുക്കത് ഉൾക്കൊള്ളാതിരിക്കാം. എങ്കിലും അൻസിബ അങ്ങനെ കള്ളം പറയുമെന്ന് നമുക്ക് തോന്നുന്നില്ല. കള്ളം പറയേണ്ട കാര്യം ആ കുട്ടിക്കില്ല. കാരണം അത് കുറച്ച് നല്ല വിദ്യാസമ്പന്നയായ രീതിയിൽ ഉള്ള കുട്ടിയാണ്, നല്ല കഴിവുള്ള കുട്ടിയാണെന്ന് തന്നെ പറയാം. കാരണം നമുക്ക് ചില ഉണ്ണിയെ കാണുമ്പോൾ അറിയാം ഊരിലെ പഞ്ഞം എന്ന് പറയുമല്ലോ, അതുപോലെ ഏതായാലും ഇപ്പോൾ കോടതിയിൽ നിന്ന് ഒരു സംഭവങ്ങൾ പോലീസ് കേസെടുക്കണമെന്നും ശരിയായ രീതിയിലാണ് ഇപ്പോഴത്തെ കേസ് പോകുന്നതെന്നും പറയുന്നുണ്ട്. എങ്കിലും അവിടെ തീരുന്നില്ല. ഇപ്പോഴും ഇങ്ങനെ അവിടെ മുക്കിയും മൂളിയും തൊട്ടും തൊടാതെയൊക്കെ ലക്ഷ്മിപ്രിയ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നിർത്തണമെന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. കാരണം ഒരു സിനിമാ പ്രവർത്തകൻ എന്ന രീതിയിൽ അമ്മയിൽ സംഭവം എന്ന് വെച്ചാൽ അതോടെ തീരേണ്ടതല്ലേ. ഈയിടെ നമ്മുടെ രമേഷ് പിഷാരടിയും ജഗദീഷും പറഞ്ഞു. കാരണം ഇപ്പോൾ അവർ ശ്വേതാ മേനോൻ ജനറൽ ബോഡിയിൽ പറഞ്ഞല്ലോ, ഞാൻ രാജിവെക്കുന്നു, അംഗത്വം രാജിവെക്കുന്നു, എൻ്റെ കൂടെയുള്ള പ്രവർത്തകരും അതായത് അംഗങ്ങളും രാജിവെക്കുന്നു എന്നൊരു പ്രസ്താവന എടുത്തു. പക്ഷെ അവരിതുവരെ രാജിവെച്ചില്ലെങ്കിലും ആ സംഘടന മുന്നോട്ട് പോകണമെങ്കിൽ അത് നയിക്കണമെങ്കിൽ ഒരു ഓഫീസിലെ ആൾക്കാർ വേണ്ടേ. അങ്ങനെ ഒരു അഡ്ഹോക് കമ്മിറ്റി തീരുമാനമെടുത്തു. അതിൽ ചെയർമാനായിട്ട് നമ്മുടെ രമേഷ് പിഷാരടി, ജഗദീഷ് ഒക്കെ ഉണ്ട്, ഗണേഷുണ്ട്. പിന്നെ അവരെല്ലാം നല്ല പ്രസ്താവന ഇറക്കുന്നു. കാരണം 10-20 ദിവസമായിട്ട് അവിടെ പൂട്ടിക്കെട്ടി പോയിരിക്കുകയാണ്. രാജിവെച്ചെന്ന് കരുതിയിട്ടും അവിടെ വാച്ച്മാൻ, അവർക്ക് സെക്യൂരിറ്റി, അവർക്ക് ശമ്പളം കൊടുക്കണ്ടേ, കാര്യങ്ങൾ നടക്കണ്ടേ. അലമാരകളെല്ലാം പൂട്ടിക്കെട്ടി താക്കോലുമായിട്ട് പോയി കഴിഞ്ഞാൽ അമ്മയെന്ന സംഘടന അനാഥമായി പോയില്ലേ. അതായത് പഴയ പറയുമല്ലോ ബൂത്ത് ബംഗ്ലാവെന്ന് പറഞ്ഞ മാതിരി അനാഥത്വത്തിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ രമേഷ് പിഷാരടിയും ഗണേഷും ജഗദീഷൊക്കെ ഉൾപ്പെട്ടുകൊണ്ട് അടുത്തൊരു ഇലക്ഷൻ വരുന്നത് വരെ അവർ കാര്യങ്ങൾ നടത്തണം. കാരണം വളരെ പാവപ്പെട്ട ആൾക്കാർക്ക് മാസം പ്രതി കിട്ടുന്ന കൈനീട്ടം അത് പോകരുതല്ലോ. അത് വളരെ അവർക്ക് അതുകൊണ്ട് ജീവിക്കുന്ന ഇത്രയും ആൾക്കാരുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നല്ലൊരു ഉദ്യമമാണ് ഇപ്പോൾ രമേഷ് പിഷാരടിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. അതിനിടയിൽ പാലക്കാട്ടുള്ള ഒരാൾ എഴുതിയിരിക്കുന്നു, രമേഷ് പിഷാരടി ഇനി സിനിമയിലേക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ പറ്റിക്കുകയായിരുന്നു. ഇപ്പോൾ കണ്ടില്ല വീണ്ടും രമേഷ് പിഷാരടി അമ്മയിലേക്ക് പോയത് എന്നൊക്കെ. അത് അദ്ദേഹത്തിന് പറയാം. പക്ഷേ രമേഷ് പിഷാരടി പാലക്കാട്ട് മത്സരിച്ചതും ജയിച്ചതും അദ്ദേഹത്തിന് ഓപ്പോസ് ചെയ്ത സ്ഥാനാർത്ഥികൾ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ ആരോപണങ്ങളുമൊക്കെ പുള്ളിക്കാരൻ ചിരിച്ചുകൊണ്ട് എങ്ങനെയാണെന്നുള്ളത് പുള്ളി പെരുമാറി നമുക്കറിയാം. അദ്ദേഹത്തിന് അസംബ്ലിയിൽ പുള്ളിക്കാരന് ധനാഭരത്തിൽ ചർച്ചയിൽ പങ്കെടുത്തതും സബ്മിഷൻ പങ്കെടുത്തതും നമ്മൾ കണ്ടതാണ്. അതിമനോഹരമായ ഒരു കന്നി MLA ആണെന്ന് തോന്നില്ല. അങ്ങനെ രീതിയിൽ പാലക്കാട്ടിന് വേണ്ടിയിട്ട് സംസാരിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ മാതൃസംഘടനയായ അമ്മയിലുള്ള വിഷമങ്ങൾ മാറ്റാൻ അദ്ദേഹത്തെ പോലെ കഴിവുള്ള ഒരാൾ വരണം. ജനപ്രിയനാണ്, അംഗങ്ങൾക്ക് പ്രിയങ്കരനാണ്. അതുകൊണ്ട് വന്ന് അടുത്തൊരു ജനറൽ ബോഡി വരുന്നത് വരെ ഇവർ തന്നെ കാര്യങ്ങൾ നയിക്കണം. അപ്പോൾ അടുത്തൊരു ജനറൽ ബോഡിയിൽ ഒരു ഇലക്ഷൻ ഉണ്ടാവാതിരിക്കാം. ഇപ്പോൾ ശ്വേതാ മേനോൻ രാജിവെച്ചിട്ടില്ല, അവരിപ്പോഴും പ്രസിഡൻ്റാണ്. അവരെ കൂടെയുള്ളവരും അവർ രാജിവെച്ചിട്ടില്ല.
നിലവിൽ അവരും സംഘടനയിലെ മെമ്പറും ഉദ്യോഗ പദവിയിലിരിക്കുന്ന ആൾക്കാരുമാണ്. ഇപ്പോൾ അടുത്ത ഇലക്ഷന് വരികയാണെങ്കിൽ ശ്വേതാ മേനോൻ തന്നെ പ്രസിഡൻ്റ് ആവണമെന്നില്ല, അവർ നിൽക്കണമെന്നില്ല. കുക്കു പരമേശ്വരൻ സെക്രട്ടറി ആവണമെന്നില്ല, അവർ തുടരണമെന്നില്ല. ഇനി അവർ നിന്നാൽ തന്നെ ജനറൽ ബോഡിയിൽ എങ്ങനെയാണ് പ്രതികരണം എന്ന് പറയാൻ പറ്റില്ല. ഏതായാലും ഇത് കലങ്ങി തെളിയുന്നത് നല്ലതാണ്. ഇതാണ് എന്നോട് ചോദിച്ചിട്ടുള്ള ആൾക്കാരോട് സിനിമാ പ്രവർത്തകൻ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്. ഇനി അടുത്ത നിങ്ങൾക്കറിയുന്നവരെ എനിക്കും അറിയാം. എങ്കിലും എനിക്ക് കൂടുതൽ അറിയാവുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേ സിനിമാ സുഹൃത്തുക്കൾ എനിക്കുള്ളതുകൊണ്ട് എന്താണ് അവിടെ നടന്നത്, എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ എനിക്ക് ആകാംക്ഷയുണ്ടല്ലോ. സത്യത്തിൽ പറയുകയാണെങ്കിൽ ഈ ലക്ഷ്മിപ്രിയയും അൻസുബയും തമ്മിലുള്ള ഒരു സ്ത്രീകൾ തമ്മിലുള്ള ഒരു പോര് അവിടെയാണ് തുടക്കം. അത് പറന്ന് പന്തലിച്ച് ജനങ്ങളുടെ എത്തി മോശമായൊരു ഇമേജ് വെറുതെ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇനി ആ ഇമേജ് തീർച്ചയായിട്ടും പുതിയൊരു ഭരണസമിതി വരുമ്പോൾ മാറും, സുഗമമായിട്ട് പ്രവർത്തിക്കും എന്ന് നമുക്ക് ആഗ്രഹിക്കാം, ആശംസിക്കാം. പിന്നെ ഞങ്ങളുടെ സംഘടന വീണ്ടും ഞാൻ പറയുന്നു, ഫെഫ്കയാണ്, ഫിലിം എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് കേരള. ഞങ്ങളുടെ മെമ്പേഴ്സിനെല്ലാം സമയം പെൻഷൻ എത്തുന്നുണ്ട്. ബി ഉണ്ണികൃഷ്ണൻ്റെ നേതൃത്വത്തിലാണ് ഞങ്ങളുടെ സംഘടന മനോഹരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ അദ്ദേഹത്തെ ഞാൻ ശ്ലാഘിക്കുന്നു. ഞങ്ങളുടെ സംഘടനയോടൊപ്പം തന്നെ ഈ സംഘടനയും നന്നായിട്ട് പ്രവർത്തിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഒന്നുകൂടെ ഞാൻ പറയുന്നു, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടിയാണ് ഞാൻ അവസാനത്തേക്ക് മാറ്റുന്നത്. ഞാൻ മുമ്പ് പറയാറില്ലായിരുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ പ്രചോദനം വീണ്ടും എനിക്കൊരു പുത്തനുണർവുണ്ടാവും. നിങ്ങൾക്ക് ഏവർക്കും നമസ്കാരം, നന്ദി, നമസ്കാരം.